തകർക്കുവാൻ ഒരു കൂട്ടം ഒരുങ്ങിടുമ്പോൾ നിന്നെ ഉയർത്തുവാൻ എനിക്കൊരു വഴിയുണ്ട്. നിന്നെ തകർക്കുവാൻ ഒരു കൂട്ടം ഒരുങ്ങിടുമ്പോൾ നിന്നെ ഉയർത്തുവാൻ എനിക്കൊരു വഴിയുണ്ട്. തകരില്ല പതറില്ല നീ ഒരിക്കലും, യേശുവിൻ പൈതലെ നീ ഉറച്ചിടുക. ഉയരില്ല ഉയരില്ല ശത്രുവിൻ കരം, ഫലിക്കില്ല ഒരായുധവും നിനക്കെതിരെ. തകരില്ല പതറില്ല നീ ഒരിക്കലും, യേശുവിൻ പൈതലെ നീ ഉറച്ചിടുക. ഉയരില്ല ഉയരില്ല ശത്രുവിൻ കരം, ഫലിക്കില്ല ഒരായുധവും നിനക്കെതിരെ. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇങ്ങനെയൊരു നല്ല അവസരം ദാനമായി തന്ന സർവകൃപാലുവായ ദൈവത്തിന് സകല മഹത്വവും പുകഴ്ചയും കരയറ്റുന്നു. 40-ാം സങ്കീർത്തനം 5-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, എൻ്റെ ദൈവമായ യഹോവേ, നീ ചെയ്ത അത്ഭുത പ്രവർത്തികളും ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിൻ്റെ വിചാരങ്ങളും വളരെയാകുന്നു. ദൈവം നമുക്കായി അനവധി വിടുതലുകൾ, അത്ഭുതങ്ങൾ ചെയ്തിട്ടില്ലേ? നമ്മുടെ സർവശക്തനായ ദൈവം നമ്മെപ്പറ്റി വിചാരിക്കുന്ന, നമ്മെ ഓർക്കുന്ന ദൈവമാണ്. വിഷയങ്ങളുടെ മുൻപിൽ ഭാരത്തോടെയാണോ ഇന്ന് പകൽക്കാലം ഈ ശബ്ദം കേൾക്കുന്നത്? അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന, തങ്ങൾ ആശ്രയിക്കുന്നവരെ വിടുവിക്കുന്ന ആ കർത്താവിലൊന്ന് പൂർണ്ണമായി വിശ്വസിക്കാമോ? യഹോവയുടെ ദൃഷ്ടി തൻ്റെ ഭക്തന്മാരുടെ മേലും തൻ്റെ ദയയ്ക്കായി പ്രത്യാശിക്കുന്നവരുടെ മേലും ഇരിക്കുന്നു. കർത്താവിൻ്റെ കണ്ണ് നമ്മുടെ മേലുണ്ട്. ആ കണ്ണ് നമ്മുടെ വിഷയങ്ങളിലുമുണ്ട്. നാം കർത്താവിൽ പ്രത്യാശ വെച്ചാൽ, ആ മുഖത്തേക്ക് നോക്കിയാൽ നാം ലജ്ജിക്കാൻ ഒരിക്കലും കർത്താവ് സമ്മതിക്കത്തില്ല. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖമോ ലജ്ജിച്ചു പോയതുമില്ല. ആ കർത്താവിൽ നമുക്ക് പൂർണ്ണമായി ആശ്രയിക്കാം, നമുക്ക് വിശ്വസിക്കാം. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന ചിന്ത, ദൈവീക പദ്ധതിയെ തകർക്കാൻ ശത്രുവിന് സാധ്യമല്ല. അപ്പോസ്തലപ്രവൃത്തി 28-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, രക്ഷപ്പെട്ട ശേഷം ദ്വീപിൻ്റെ പേര് മെലീത്ത എന്ന് ഞങ്ങൾ ഗ്രഹിച്ചു. പൗലോസിനും കൂടെയുണ്ടായിരുന്ന 276 പേർ ഉൾപ്പെട്ടതായിട്ടുള്ള ഒരു കപ്പൽ യാത്രയുടെ അവസാന ഭാഗമാണ് നാം വായിച്ചതായിട്ടുള്ള വാക്യം. എന്നാൽ ആ യാത്ര വലിയ കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാക്കിയ ഒരു കപ്പൽ യാത്രയായിരുന്നു. അതിൻ്റെ 27-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, പൗലോസ് പുരുഷന്മാരെ ഈ യാത്രയിൽ ചരക്കിനും കപ്പലിനും മാത്രമല്ല നമ്മുടെ പ്രാണങ്ങൾക്കും ഏറിയ കഷ്ടനഷ്ടങ്ങൾ വരുമെന്ന് ഞാൻ കാണുന്നു. എന്നാൽ പൗലോസിൻ്റെ ഈ വാക്കുകൾ കൂടെയുണ്ടായിരുന്ന ശതാധിപൻ വിശ്വസിച്ചില്ല. കപ്പൽ ഉടമസ്ഥൻ്റെയും മാലുമിയുടെയും വാക്ക് വിശ്വസിച്ച് യാത്ര തുടർന്നു. അധികം താമസിക്കാതെ ഈശാനമൂലൻ എന്ന കൊടുങ്കാറ്റ് കപ്പലിന് വിപരീതമായി ആഞ്ഞടിക്കുവാൻ തുടങ്ങി. കപ്പലിലുണ്ടായിരുന്ന ചരക്കുകളൊക്കെ പുറത്തു കളഞ്ഞു. കപ്പൽ കോപ്പും പുറത്തു കളഞ്ഞു. സൂര്യനെയോ ചന്ദ്രനെയോ കാണാത്ത ദിനരാത്രങ്ങൾ, വല്ലാത്ത കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചു കൊണ്ടിരിക്കുന്നു. രക്ഷപ്പെടുമെന്നുള്ള ആശ ഇല്ലാതെയായി. ആ 27-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യത്തിൽ വായിക്കുന്നത്, എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിൻ്റെ ദൂതൻ രാത്രിയിൽ എൻ്റെ അടുക്കൽ നിന്ന്, പൗലോസേ, ഭയപ്പെടരുത്, നീ കൈസരുടെ മുമ്പാകെ നിൽക്കേണ്ടതാകുന്നു. നിന്നോട് കൂടെ യാത്ര ചെയ്യുന്നവരെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് പുരുഷന്മാരെ, ധൈര്യത്തോടിരിപ്പീൻ, എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംഭവിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവിക പദ്ധതി മുമ്പിലുള്ള പൗലോസിനെ തകർക്കാൻ ഒരു ഈശാനമൂലൻ കൊടുങ്കാറ്റിനും കഴിയുകയില്ല. അവൻ്റെ കൂടെ യാത്ര ചെയ്തവരെയും ദൈവം സൂക്ഷിച്ചു. ആ പ്രതിസന്ധിയിൽ നിന്നും ദൈവം അവരെ വിടുവിച്ചു. പൗലോസിൻ്റെ ശുശ്രൂഷയിൽ പിന്നെയും വിടുതലുകൾ നടക്കുമെന്നറിഞ്ഞ ശത്രു പിന്നെയും പിന്തുടർന്നു. കടലിൽ ഈശാനമൂലനായ കൊടുങ്കാറ്റായി നശിപ്പിക്കാൻ ആഞ്ഞടിച്ചതായിട്ടുള്ള അതേ ശത്രുവിൻ്റെ പ്രവർത്തനം മെലീത്ത ദ്വീപിൽ, ഹല്ലേലൂയ സ്തോത്രം, അവർ രക്ഷപ്പെട്ടതിന് ശേഷം, ഹല്ലേലൂയ സ്തോത്രം, വരികയാണ്. അവിടെ ബർബരന്മാർ അവർക്ക് അസാധാരണതയെ കാണിച്ചു.
മഴയും ശീതവും നിമിത്തം തീ കൂട്ടി തങ്ങളെ കൈക്കൊണ്ടു. പൗലോസ് കുറെ വിറക് പെറുക്കി തീയിലിട്ടപ്പോൾ ഒരു അണലി ചൂട് നിമിത്തം പുറപ്പെട്ട് അവൻ്റെ കൈക്ക് പറ്റി. ഇവിടെ നാം കാണുന്നത് പൗലോസിൻ്റെ ശുശ്രൂഷയെ ഇല്ലാതെയാക്കുവാൻ ശത്രുവായവൻ പിന്തുടരുകയാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ പൗലോസ് ആ ജന്തുവിനെ തീയിൽ കുടഞ്ഞു കളഞ്ഞു. ആമേൻ. പ്രതികൂലമായി പ്രതിസന്ധിയായി തൻ്റെ ജീവിതത്തിൽ കടന്നു വന്ന വിഷയങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ പ്രവർത്തികൾ, വിടുതലുകൾ കാണുകയാണ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അത് ഹല്ലേലൂയ സ്തോത്രം. തനിക്ക് ഹല്ലേലൂയ വിരോധമായി നിന്നവരുടെ മുമ്പിൽ തന്നെ ദൈവപ്രവർത്തിയായി തീരുകയാണ്. തനിക്കെതിരെ പറഞ്ഞവർ, തന്നെ തെറ്റിദ്ധരിച്ചവർ, അവരുടെ മുമ്പിൽ ഹല്ലേലൂയ സ്തോത്രം ദൈവത്തിൻ്റെ അത്ഭുത പ്രവർത്തികൾ നടക്കുകയാണ്. പ്രിയ ദൈവ പൈതലേ, ജീവിതത്തിൻ്റെ മേഖലകളിൽ പ്രതിസന്ധിയായി പ്രതികൂലമായി ആഞ്ഞടിക്കുന്ന ഈശാനമൂലനായ കൊടുങ്കാറ്റ്, തകർത്തു കളയുമെന്ന് വാദിക്കുന്ന ശത്രുവിൻ്റേതായ വെല്ലുവിളികൾ, ഒടുക്കിക്കളയുവാൻ നോട്ടമിടുന്ന ശത്രുവിൻ്റേതായിട്ടുള്ള പദ്ധതികൾ. എന്നാൽ ദൈവത്തിൻ്റെ പദ്ധതികൾ നമ്മളുടെ ജീവിതത്തിൽ അത് നിറവേറുക തന്നെ ചെയ്യും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സർവപ്രപഞ്ചത്തെയും സകലത്തെയും സൃഷ്ടിച്ച സർവശക്തനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇട്ടിരിക്കുന്ന പദ്ധതിയെ തകർക്കുവാൻ ശത്രുവിന് കഴിയത്തില്ല. ഹല്ലേലൂയ. അവൻ ഹല്ലേലൂയ സ്തോത്രം നമ്മെ തകർക്കുവാൻ ശ്രമിക്കും. എന്നാൽ ദൈവം നമ്മെ അതിൽ നിന്ന് വിടുവിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്ക് ചുറ്റും വിപരീതമായി നിൽക്കുന്നവരുണ്ട്, തെറ്റിദ്ധരിക്കുന്നവരുണ്ട്, വിപരീതമായി ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ സംസാരിക്കുന്നവരുണ്ട്. എന്നാൽ അവരുടെ മധ്യത്തിൽ യഹോവയെ സേവിക്കുന്നവരും സേവിക്കാത്തവരും തമ്മിലുള്ള ഒരു വ്യത്യാസം അത് കർത്താവ് ഹല്ലേലൂയ സ്തോത്രം ചെയ്യുക തന്നെ ചെയ്യും. ആമേൻ. പൂർണ്ണമായി ഒന്ന് വിശ്വസിക്കാമോ? കർത്താവേ, ഇത്രയും നാൾ ഞാൻ പ്രാർത്ഥിച്ചു, എൻ്റെ ജീവിതത്തിൽ ഞാനൊരു വിടുതൽ കാണുന്നില്ലല്ലോ എന്നോർത്ത് ഹല്ലേലൂയ ഭാരപ്പെട്ട ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ നിൻ്റെ ഭാരം യഹോവയുടെ മേൽ വയ്ക്കുക. കർത്താവ് പുലർത്തുവാൻ ശക്തനാണ്. ഹല്ലേലൂയ. ഇന്നത്തെ ഈ പ്രതിസന്ധിയിൽ ദൈവവൈതലെ നീ തകർന്നു പോകത്തില്ല. അതിൻ്റെ മേൽ പ്രവർത്തിക്കുന്ന അത്ഭുതത്തിൻ്റെ കരം തക്ക സമയത്ത് നിന്നെ വിടുവിക്കുക തന്നെ ചെയ്യും. ദൈവം ഇട്ടിരിക്കുന്ന സർവശക്തനായ ഹല്ലേലൂയ സ്വർഗത്തിലെ ഹല്ലേലൂയ സ്തോത്രം ദൈവം ഇട്ടിരിക്കുന്ന പദ്ധതിയെ തകർക്കുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. ഹല്ലേലൂയ. പൗലോസിനോട് ദൈവം അരുളി ചെയ്തത് തന്നെ തൻ്റെ ജീവിതത്തിൽ സംഭവിക്കുവാൻ ഇടയായി. ദൈവിക പദ്ധതിയിൽ കാൽച്ചുവടുകൾ വയ്ക്കുന്ന ദൈവ പൈതലേ, ജീവിതത്തിൽ കടന്നു വരുന്ന പ്രതിസന്ധി നിന്നെ തകർക്കുവാനല്ല. ആമേൻ. അതിൽ കൂടെ നീ നടന്ന് ആ ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് എത്തിച്ചേരും. ഒന്ന് പൂർണ്ണമായി വിശ്വസിക്കാമോ? ആ കരങ്ങളിലേക്കൊന്ന് സമർപ്പിക്കാമോ? പൂർണ്ണമായി ആശ്രയിക്കുക. ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുക. ആ കർത്താവ് നമ്മെ ബലപ്പെടുത്തും, ശക്തീകരിക്കും, ആ പദ്ധതിയിൽ എത്തിച്ചേരുവാൻ ഇടയാക്കും. കർത്താവിൽ ആശ്രയിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.